ഇന്നത്തെ മത്സരം കണ്ടപ്പോൾ എനിക്ക് മിഖേൽ ആർട്ടേറ്റ എഴുന്നേറ്റ് നിന്ന് ഒന്ന് തൊഴാൻ തോന്നി. കാരണം അപ്പുറത്ത് നിന്നത് ഡിഫെൻസീവ് ടാക്ടിക്സിൻ്റെ ആശാനായ സിമയോണിയാണ്. ആ മനുഷ്യനെ ഹറാംബോള് കളി കാണിച്ച് വെറുപ്പിച്ചു എന്നുള്ളതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മൾ മിഖേൽ ആർട്ടേറ്റയ്ക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. മത്സരത്തിൻ്റെ ടാക്ടിക്സ് അല്ലെങ്കിൽ ആർസനലിൻ്റെയും അതുപോലെ തന്നെ ആർട്ടേറ്റയുടെ ഒക്കെ ഒരു ചിന്താഗതിയായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു ഹറാംബോൾ കളിക്കാനുള്ള ചിന്താഗതിയായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മാച്ച് മെത്രോപൊളിറ്റാനോയിലായിരുന്നു. അപ്പോൾ ആ ഒരു അത്ലറ്റിക്കോയുടെ ഹോമിലുള്ള ആ ഒരു മത്സരത്തെ ഒരിക്കലും നമ്മൾ ആ കഴിഞ്ഞ ദിവസം കണ്ട PSG വേഴ്സസ് ബയൺ മത്സരം പോലെ അപ്രോച്ച് ചെയ്ത് അങ്ങനത്തെ ആ ഒരു എൻഡ് ടു എൻഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു അഡ്വാൻറ്റേജ് ആയേക്കാം. അങ്ങനത്തെ ഒരു ചിന്ത എന്താണേലും എനിക്ക് തോന്നുന്നത് മിഖേൽ ആർട്ടേറ്റയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി ഒരു ഹറാം ബോൾ അല്ലെങ്കിൽ ഒരു വെറുപ്പീര് ഫുട്ബോളുമായി ആർട്ടേറ്റ ഇന്ന് ഇറങ്ങിയത്. സാധാരണ നമ്മൾ ശരിയാണ് പലപ്പോഴായിട്ട് നമ്മൾ ഈ ഫുട്ബോൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് മെത്രോപൊളിറ്റാനിൽ ഇങ്ങനത്തെ ഒരു ഫുട്ബോൾ കൊണ്ടിറങ്ങാനുള്ള കാരണം ഇതാണെന്നാണ് എൻ്റെ ഒരു ചിന്തയിൽ തോന്നിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആർസണൽ എന്ന് പറയുന്ന ടീം അവർ ഡിഫെൻഡ് ചെയ്ത രീതി നോക്കുകയാണെങ്കിൽ അവർ പൊസഷൻ കൂടുതൽ കയ്യിൽ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിന് മാക്സിമം പൊസഷൻ കിട്ടാതിരിക്കാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ ആ ഒരു മാക്സിമം പൊസഷൻ കൈ വെച്ചുകൊണ്ട് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളതാണ് അവർ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ അവർ പൊസഷൻ കയ്യിൽ വെക്കുന്നത് സാധാരണ പല ടീമുകളുണ്ട്, പല രീതിയിലാണ്. അവർ ചില ടീമുകൾ പൊസഷൻ കയ്യിൽ വെക്കുന്നത് എപ്പോഴും പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ പൊസഷൻ കൈ കിട്ടിയ ഉടനെ തന്നെ പ്രോഗ്രസീവ് തിങ്കിങ് ആണ് പല ടീമുകൾക്കും ഉള്ളത്. പക്ഷേ ഒട്ടും പ്രോഗ്രസീവ് തിങ്കിങ് ഇല്ലാത്ത ആർസണൽ ടീം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ തന്നെ അവർ ആ ഒരു ബോൾ ഡീപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ബാക്ക് പാസ്, സൈഡ് വേസ് പാസിങ്, ആ രീതിയിൽ ബോൾ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുക. പിന്നെ അവസരം കിട്ടുന്നതിനനുസരിച്ച് ഈ ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആ ഒരു ടൈറ്റർ സ്പേസസിനുള്ളിലൂടെ ബോൾ ക്ലോസ് കോമ്പിനേഷൻ വഴി ബോൾ പ്രോഗ്രസ് ചെയ്ത് സ്പേസസ് കണ്ടെത്തി അങ്ങനെ ബോൾ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആർസണൽ ശ്രമിച്ചതും. അവർ വിൻ ചെയ്ത ആ ഒരു 41ാമത്തെ മിനിറ്റിൽ അവർ വിൻ ചെയ്ത പെനാൽറ്റിയും ഈ രീതിയിൽ ഉള്ള അറ്റാക്ക് വഴി തന്നെയാണ്. അപ്പം എങ്ങനെയൊക്കെ കളിച്ചു എന്ന് പറഞ്ഞാലും ആർസണൽ എന്തൊക്കെ ഹറാംബോൾ കളിച്ചു എന്ന് പറഞ്ഞാലും ആർസണൽ 1-0 ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം 1-0 മുന്നിലാണ്. അപ്പം 1-0 ആർസണലിൻ്റെ മുന്നിൽ എത്തുന്നത് കണ്ടപ്പം തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരം തീർന്നു. ഇനിയിപ്പോൾ ആർസണലിൽ നമ്മളിപ്പോൾ നോർമൽ ആർസണലിൻ്റെ മത്സരം കാണുന്ന എല്ലാവരും എന്താ ചിന്തിക്കുന്നത്, ആർസണൽ ഇനിയിപ്പോൾ അടുത്ത ഹാഫിൽ വന്നു കഴിഞ്ഞാൽ അവർ ബസ് പാർക്ക് നമ്മളെ ഡിഫെൻഡ് ചെയ്ത് നമ്മളെ വെറുപ്പിക്കും എന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ ബോറിംഗ് ഫുട്ബോൾ കാണണമല്ലോ എന്നോർത്ത് ഞാൻ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി. പക്ഷേ സിമയോണിയുടെയും അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ചിന്താഗതി കുറച്ച് വ്യത്യാസമായിരുന്നു. അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഈ രീതിയിൽ പൊസഷൻ അവരെ കൂടുതൽ വെക്കാൻ അനുവദിച്ചുകൂടാ, അത് നമ്മുടെ മത്സരത്തെ അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിനെ അഫക്റ്റ് ചെയ്യും എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഫിസിക്കലാകാൻ തുടങ്ങി, അഗ്രസീവ് ആകാൻ തുടങ്ങി, ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം നടത്താൻ തുടങ്ങി. അത് ആ ഒരു ആർസണലിൻ്റെ ഗെയിമിലെ ആ ഒരു കൺട്രോൾ ആർസണലിൻ്റെ കയ്യിൽ നിന്ന് വിടാനും അതേപോലെ തന്നെ കണ്ടിന്യൂസ് അറ്റാക്കിലേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിന് ചെല്ലാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിലാണ് അവർ ആ ഒരു 54ാമത്തെ മിനിറ്റിൽ ആ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ആ ഒരു പെനാൽറ്റി വിൻ ചെയ്ത് 1-1 സ്കോർ എത്തിക്കാനും അത്ലറ്റിക്കോ മാഡ്രിഡിന് സാധിച്ചതും ഈ രീതിയിലുള്ള അഗ്രസീവായിട്ടുള്ള അവരുടെ ആ ഒരു ഗെയിമിനോടുള്ള അപ്രോച്ച് തന്നെയാണ്. അപ്പോൾ 1-1 ആയി എന്ന് പറഞ്ഞാലും 1-1 ശേഷവും നിങ്ങൾ നോക്കിയാൽ പല പ്രാവശ്യമായിട്ട് ആർസണലിൻ്റെ ഇത്രയും കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ ഈവൻ എന്നാ പറയുന്നത് ട്രാൻസിഷൻസിലൊക്കെ ആണെങ്കിലും ആ ഒരു റെസ്റ്റ് ഡിഫെൻസ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ടീമാണ് ആർസണൽ. ആ ആർസണലിൻ്റെ ഡിഫെൻസിനെ ഓപ്പൺ ചെയ്യാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് പറ്റിയിട്ടുണ്ട് ഈ ഒരു അഗ്രസീവ് അപ്രോച്ച് വഴി. ലുക്മാൻ്റെ ചാൻസ് നോക്കിയാലും ഗ്രീസ്മാൻ്റെ ചാൻസ് നോക്കിയാലും അവർക്ക് ആവശ്യത്തിനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും നമ്മൾ ഈ ഒരു ആർസണലിൻ്റെ ഡിഫൻസ് നോക്കിയാൽ ആർസണലിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് നമുക്കതിനെ ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ ഗോളുകൾ ഏറ്റവും കുറവ് കൺസീഡ് ചെയ്ത ടീം, ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്ത ടീം ആർസണലാണ്. ആർസണലിൻ്റെ ഡിഫൻസ് അത്രയ്ക്കും സ്ട്രോങ്ങർ ആണ്. അപ്പോൾ ആ ഡിഫൻസിനെ ഓവർടേക്ക് ചെയ്താലും നിങ്ങൾ നോക്കിയാൽ ആ ഒരു ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ ഡേവിഡ് റായ ആണ്. അവനെ ബീറ്റ് ചെയ്യാന്നുള്ളതും വേറൊരു ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനത്തെ നല്ല ചാൻസ് കിട്ടുമ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മുതലെടുക്കാൻ ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ്
ലുക്മാന ഗ്രീസ്മാനൊന്നും പറ്റിയില്ല എന്നുള്ളതും അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടിയാണ്. 77-ാമത്തെ മിനിറ്റിൽ ആർസനൽ രണ്ടാമത്തെ പെനാൽറ്റി ജയിക്കുന്നത് കണ്ട് ഞാൻ തലയിൽ കൈ വെച്ച് പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം ആർസനലിൻ്റെ സ്റ്റാർട്ട്സ് നിങ്ങൾ നോക്കിയോ, 0 ഷോട്ട് അറ്റംപ്റ്റ്സ്, 0 ഷോട്ട് ഓൺ ടാർഗറ്റ്, 0 XG. ഈ ടീം 77-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ പെനാൽറ്റി ജയിക്കുകയാണ്. ഡേവിഡ് ഹാങ്കോ ഫൗള് ചെയ്യുന്നു. ആ ഒരു ഫൗള്, ബോക്സിനകത്തുള്ള ആ ഒരു ഫൗള് കണ്ടപ്പോഴത്തേനും ഒറ്റയടിക്ക് എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയത് അത് ക്ലിയർ പെനാൽറ്റി ആണെന്ന് തന്നെയാണ്. എനിക്ക് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എൻ്റെ റിയാക്ഷൻ അത് പെനാൽറ്റി തന്നെയാണ്. അത് റഫറിയും പെനാൽറ്റി തന്നെ വിളിക്കുന്നു, VAR ഇടപെടുന്നു, റഫറി പോയിട്ട് സ്ക്രീനിൽ നോക്കുന്നു, തിരിച്ചു വന്നിട്ട് റൂൾ ഔട്ട് ചെയ്യുന്നു പെനാൽറ്റി. അത് എന്തുകൊണ്ട് റൂൾ ഔട്ട് ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റഫറിയുടെ ചിന്താഗതി അല്ലെങ്കിൽ റഫറിയുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇപ്പം ആ ഒരു ഡേവിഡ് ഹാങ്കോയുടെ ആ ഒരു ഫൗൾ അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ട്, എസ്സയുടെ മുകളിലുള്ള ഒരു കോണ്ടാക്ട് എന്ന് പറയുന്നത് അത് എസ്സയുടെ ബാലൻസ് തെറ്റി വീഴാനും മാത്രമുള്ള ഒരു അത്രയ്ക്കും ഫോഴ്സിലുള്ള കോണ്ടാക്റ്റ് അല്ല എന്നുള്ളതാണ് റഫറിയുടെ എക്സ്പ്ലനേഷൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനത്തെ എക്സ്പ്ലനേഷനൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, എൻ്റെ തലയിലോട്ട് കയറുന്നില്ല. ഇതൊക്കെ എങ്ങനെ ഇങ്ങനത്തെ ഡിസിഷൻ ഇവരെടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാ മത്സരത്തിലും ഇപ്പോൾ റഫറിമാർ ഈ രീതിയിലുള്ള പെനാൽറ്റി ഡിസിഷൻസ് കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നും ഡിബേറ്റ്, നമുക്ക് എല്ലാ റിവ്യൂവിലും ഇങ്ങനത്തെ ഡിബേറ്റുകൾ ഉണ്ട്. അപ്പം എനിക്കിങ്ങനത്തെ റൂളുകൾ എപ്പോഴും ഇത് നമുക്കെല്ലാവർക്കും പലർക്കും കൺഫ്യൂസിങ് ആണ്, എനിക്കും കൺഫ്യൂസിങ് ആണ്. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ അത് ഫൗളാണ്, അത് പെനാൽറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിന് ബെറ്റർ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ ഈ പെനാൽറ്റി കിട്ടാതിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ആർസനലിന് ആ ഒരു അറ്റാക്കിംഗ് ത്വര അവർക്ക് വന്നതും അവർ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി അറ്റാക്കിംഗ് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ ആർട്ടറ്റ, നിങ്ങളുടെ ടീമിന് ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യാനും അറിയാം, അതുകൊണ്ട് തന്നെ അവരെ അറ്റാക്ക് ചെയ്യാൻ അനുവദിക്കുക. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഫുട്ബോൾ കളിച്ച് ലാസ്റ്റ് മത്സരങ്ങൾ തോറ്റ് ഓരോരോ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പ്ലെയേഴ്സ് വരെ നിങ്ങളെ കുറ്റം പറയാൻ, ആർട്ടറ്റയെ കുറ്റം പറയാൻ തുടങ്ങും. അപ്പം ആർട്ടറ്റ അല്ലെങ്കിൽ ആർസനലിൻ്റെ ഈ ഒരു അറ്റാക്കിൽ എനിക്ക് തോന്നുന്നൊരു പുത്തൻ ഉണർവ് വരാനുള്ള മെയിൻ കാരണത്തിലൊന്ന് സബ്സ്റ്റിറ്റ്യൂഷനാണ്. പ്രത്യേകിച്ച് ഓഡെഗാർഡിന് പകരം എബ്രിച്ചി ആ ഒരു പിച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഒത്തിരി അറ്റാക്കിംഗ് വൈസ് ആർസനലിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലെഗിൽ എന്തുകൊണ്ടും എബ്രിച്ചി തന്നെ ഈ ഒരു ഓഡെഗാർഡിന് പകരം സ്റ്റാർട്ട് ചെയ്യണം, ഓഡെഗാർഡിൻ്റെ പൊസിഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ഒരു സെൻട്രൽ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ എബ്രിച്ചി കളിപ്പിക്കണം. അത് ആർസനലിൻ്റെ അറ്റാക്കിന് എന്താണെങ്കിലും ഗുണകരം ആയിരിക്കും. അപ്പം മാച്ചിൻ്റെ അവസാന ഭാഗമൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതും അവരുടെ സ്ട്രൈക്കർ സോർലോത്തിൻ്റെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് സോർലോത്തിനെ കൊണ്ടുവരാതിരിക്കാനുള്ള മെയിൻ കാരണം സോർലോത്തിൻ്റെ ഇഞ്ചുറി പ്രശ്നങ്ങളാണ്. ആ ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് അവനെ ബെഞ്ചിൽ ഇരുത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സോർലോത്ത് പോണക്കത്തെ ആ ഒരു ടാർഗറ്റ് മാന് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു പിച്ചിൽ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അറ്റാക്കിന് തന്നെ അതൊരു പുതിയ ഡയമെൻഷൻ അല്ലെങ്കിൽ ആ ഒരു പുതിയ മാനം ഒക്കെ കൊടുത്തേനെ. അപ്പോൾ അവർക്ക് കൂടുതൽ ക്രോസസ് ഒക്കെ ബോക്സിലോട്ട് അറ്റംപ്റ്റ് ചെയ്ത് ആ ലാസ്റ്റ് ഡൈയിങ് മൊമെൻറ്റ്സിലൊക്കെ കൂടുതൽ ക്രോസസ് അറ്റംപ്റ്റ് ചെയ്ത് ആ രീതിയിൽ അറ്റാക്സ് നടത്തി ഗോൾ വേണമെങ്കിൽ സ്കോർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു സോർലോത്ത്. എനിക്ക് തോന്നുന്നത് ഇഞ്ചുറി കൺസേൺ ഉള്ളത് കൊണ്ടാണ് അവനെ ഇറക്കാഞ്ഞത് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യത്തെ ഫൈനലിസ്റ്റ് ആർസനൽ അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിരിക്കും. കാരണം അവരുടെ മത്സരമാണ് ആദ്യം വരാൻ വേണ്ടി പോകുന്നത്. അപ്പം സെക്കൻഡ് ലെഗ് അവരുടെ മത്സരമാണ് ആദ്യം വരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ശരിക്കും എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന മത്സരം എനിക്ക് കുറേ കൂടി ഒരു ഓപ്പൺ മത്സരമാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം സെക്കൻഡ് ലെഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് കളിച്ച ആ രീതിയിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പോയി കളിക്കാൻ ശ്രമിക്കും. മാച്ച് ജയിക്കണം, ജീവൻ മരണ പോരാട്ടമാണ്. അപ്പം ഇത്രയും അഗ്രസീവായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് കളിക്കുമ്പോൾ ഇതിന് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. കാരണം ഈ രീതിയിലുള്ള ഫുട്ബോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് കളിക്കുമ്പോൾ ഒരിക്കലും ഷെല്ലിൽ ഒളിച്ചിരിക്കാൻ ആർസനലിന് പറ്റത്തില്ല. ആർസനലും ഗോതയിലേക്ക് ഇറങ്ങണം, ആർസനലും അറ്റാക്സ് നടത്തണം, അഗ്രസീവ് ആകണം, ഡയറക്റ്റ് ആകണം, ആ ഒരു പ്രോഗ്രസീവായി അറ്റാക്സ് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. അത് നടത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം രണ്ടുപേർക്കും ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് എൻ്റെ ഒരു പ്രതീക്ഷ ആ ഒരു ആർസനലിൻ്റെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലെ സെക്കൻഡ് ലെഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നം പിന്നെ കമൻസ് ആയിട്ട് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.